റിനു, വെരി ഗുഡ് മോർണിംഗ്. കഴിഞ്ഞ ദിവസം 6ാമത്തെ അറസ്റ്റ് ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ നടന്നു. അത് പത്മകുമാറിനായി പ്രത്യേക അന്വേഷണ സംഘം ഉടൻ കസ്റ്റഡി അപേക്ഷ നൽകും. ഈ പത്മകുമാർ പറഞ്ഞ് താൻ ദൈവതുല്യനായി കരുതുന്നത് ആരെ, ഇനി കൂടുതൽ പേർ അറസ്റ്റിലേക്ക് വരുമോ എന്നുള്ള ചോദ്യങ്ങളൊക്കെ നിലനിൽക്കുകയാണല്ലോ. ഒപ്പം തന്നെ ഇന്ന് CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഈ അറസ്റ്റ് ഇന്ന് ചർച്ചയാകും. പ്രധാനപ്പെട്ട ഒരു നേതാവിന്റെ അറസ്റ്റ് അത് ഏത് രീതിയിൽ തദ്ദേശ തെരഞ്ഞെടുപ്പിനെയൊക്കെ ബാധിക്കുമെന്നതൊക്കെ ചർച്ചകളാകുമല്ലോ അല്ലെ. ഇതുൾപ്പെടെ എന്തൊക്കെ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം? ഗുഡ് മോർണിംഗ് ക്രിസ്റ്റീന. എന്തായാലും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ ക്രിസ്റ്റീന സൂചിപ്പിച്ചതുപോലെ തന്നെ സ്വർണ്ണപ്പാളി വിവാദവുമായി ബന്ധപ്പെട്ടുകൊണ്ട് നിലവിലെ പത്മകുമാർ 6ാമൻ കൂടി അറസ്റ്റിലായിരിക്കുന്നു എന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ തന്നെ CPM-വുമായി വലിയ രീതിയിൽ ഇടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യമാണ് പത്മകുമാറിനുണ്ടായിരുന്നത്. യുവതീ പ്രവേശന സമയത്ത് തന്റെ ശമ്പളം ഉൾപ്പെടെ നൽകാം എന്നുള്ളതാണ് പ്രക്ഷോഭകരോട് പറഞ്ഞതൊപ്പം വലിയ രീതിയിൽ, അതായത് തന്റെ വീട്ടിൽ നിന്ന് ഒരാൾ പോലും ശബരിമലയ്ക്ക് വരില്ല, സ്ത്രീകൾ വരില്ല എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ പറഞ്ഞ് CPM നേതാവായിട്ടുള്ള A. പത്മകുമാർ പാർട്ടിയെ പ്രതിരോധത്തിലാക്കിയിട്ടുണ്ട്. ഒപ്പം വീണ ജോർജിനെ ക്ഷണിതാവായി പാർട്ടി തീരുമാനിച്ചപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം പ്രതികരിച്ച് വലിയ രീതിയിൽ ഒരു പ്രതിരോധം CPM-ന് തീർക്കുകയും ചെയ്തു. അത്തരത്തിലൊരു പ്രതിരോധം തന്നെയാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ അറസ്റ്റ് CPM-ന് ഉണ്ടാക്കിയിരിക്കുന്നത്. അത് വലിയ രീതിയിൽ CPIM ഇന്നിപ്പോൾ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ചർച്ച ചെയ്യും. ഇന്ന് 10 മണിക്ക് സെക്രട്ടേറിയറ്റ് യോഗം CPIM-ന്റെ AKG സെന്ററിൽ ചേരുന്നുണ്ട്. കൃത്യമായി തന്നെ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ കാര്യങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയാണ് ഈ യോഗം ഇന്ന് ചേരുന്നത്. അതിനൊപ്പം ഈ പത്മകുമാറിന്റെ അറസ്റ്റ് ഏത് തരത്തിലുള്ള പ്രതിരോധമാണ് പാർട്ടിക്ക് ഉണ്ടാക്കിയത്, തെരഞ്ഞെടുപ്പ് സാഹചര്യത്തിൽ അതിനെങ്ങനെ മറികടക്കാം എന്നുള്ള കാര്യങ്ങൾ ഉൾപ്പെടെ യോഗത്തിൽ ചർച്ച ചെയ്യും എന്നുള്ളതാണ്. മറ്റൊന്ന്, അറസ്റ്റുമായി ബന്ധപ്പെട്ടുകൊണ്ട് കസ്റ്റഡി അപേക്ഷ നൽകും എന്നുള്ളതാണ്. ഇന്നോ തിങ്കളാഴ്ചയോ കസ്റ്റഡി അപേക്ഷ നൽകും പ്രത്യേക അന്വേഷണ സംഘം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, താൻ ദൈവതുല്യനായി കാണുന്ന ഒരാൾ ഇതിന് പിന്നിലുണ്ട് എന്നുള്ള നേരത്തെ തന്നെ പത്മകുമാർ പറഞ്ഞു കഴിഞ്ഞു. അത് ആരാണ് എന്നുള്ളതാണ് ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം. അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഇനിയും ഉണ്ടാകുമോ, ഇനിയും ഉന്നതരിലേക്ക് SIT എത്തുമോ എന്നുള്ളതാണ്. എന്തായാലും നിർണായക തെളിവുകൾ അടക്കം ശേഖരിച്ചതിന് ശേഷമാണ് ഈ കേസ് ഏറ്റവും ഉന്നതനായിട്ടുള്ള A. പത്മകുമാറിനെ പ്രത്യേക അന്വേഷണ സംഘം കസ്റ്റഡിയിലെടുത്ത് അറസ്റ്റ് രേഖപ്പെടുത്തി ഇന്നലെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തത്. തിരുവനന്തപുരത്തെ സ്പെഷ്യൽ സബ് ജയിലിലാണ് അദ്ദേഹം റിമാൻഡിൽ കഴിയുന്നത്. കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകുകയും ചെയ്യും. മറ്റൊരു ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത്, നമുക്കറിയാം, സംസ്ഥാനം മൊത്തത്തിൽ പരിശോധിക്കുകയാണെങ്കിൽ തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുവേണ്ടുന്ന ഏറ്റവും അവസാനത്തെ ദിവസമാണ് ഇന്ന് വൈകുന്നേരം 3 മണിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഈ സമയമായി അനുവദിച്ചിരിക്കുന്നത്. ആ സമയത്തിനുള്ളിൽ നേരിട്ടോ അല്ലെങ്കിൽ നിർദ്ദേശകൻ വഴിയോ സ്ഥാനാർത്ഥികൾക്ക് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. 95,386 പേർ നിലവിൽ ഇതുവരെ ഇന്നലെ വൈകുന്നേരം വരെയുള്ള കണക്കനുസരിച്ച് നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. ഈ മാസം 24 വരെയാണ് നാമനിർദ്ദേശ പത്രിക പിൻവലിക്കുവാനുള്ള സമയം നൽകിയിരിക്കുന്നത്. ക്രിസ്റ്റീന. റിനു ശ്രീധറാണ് തെക്കൻ കേരളത്തിൽ നിന്ന് പ്രതീക്ഷിക്കാവുന്ന വാർത്തകളുടെ വിശദാംശങ്ങളുമായി ചേർന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.